ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് ദോശ ചുട്ട് തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആ ചൂടോടെ നല്ല പൊരിഞ്ഞിട്ട് ചുട്ടിട്ട് കുറേ നേരം കഴിയുമ്പോഴേക്കും അതിനോടുള്ള ഇഷ്ടം അങ്ങ് പോകും. അത് അത്ര വലിയൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അമ്മ എനിക്ക് ദോശ ചുട്ട് തന്നു. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ദോശ ആക്കുന്ന ദിവസമെല്ലാം അമ്മ എനിക്കും കുഞ്ഞാക്കും ദോശ ചുട്ടാണ് തരല്. ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എണീക്കാൻ കുറേ വൈകിട്ടുണ്ടായിനി. ക്ലാസ്സിലെ ദിവസമെല്ലാം ഞാൻ നേരത്തെ എണീക്കും. ഇന്ന് എണീക്കാൻ കുറച്ച് വൈകിട്ടുണ്ടായിനി. ഞാൻ എണീക്കുമ്പോഴേക്കും കുഞ്ഞാവ് പോയിനി. എനിക്ക് 1.5 ക്ലാസ്സില്ലും, കുഞ്ഞാൾക്ക് ദിവസം ക്ലാസ് ഉണ്ട്. ഓൾ കോളേജ് ആയതുകൊണ്ട് ഓൾക്ക് ദിവസമുണ്ട്. എനിക്ക് 1.5 ഇല്ലു. ദോശക്ക് എന്തെല്ലോ കറി ഉണ്ടായിനി. പയറ് കറി ഉണ്ടായിനി, കൂട്ടുകറി ഉണ്ടായിനി, മീൻ കറി ഉണ്ടായിനി. എനിക്ക് ദോശക്ക് മീൻ കറിയാണ് കുറച്ചുകൂടി ഇഷ്ടം. പയറ് കറിയൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒന്നാമത് സ്ലീവ്ലെസ് ആണ് ഇടല്. അപ്പോൾ കൈക്ക് ഭയങ്കരമായിട്ട് വെയിൽ കൊള്ളുന്നത്, കൈക്കായാലും ഫേസിനായാലും. കുറേ ആയിട്ട് ഞാൻ ഈ സ്കിൻ കെയർ ഒന്നും ചെയ്യലുണ്ടായിട്ടാണ്. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് കറ്റാർവാഴ നല്ല ഉഷാറിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കാപ്പിപ്പൊടിയും കറ്റാർവാഴയും കൂടി നമ്മളെ ഒരു പാക്ക് പോലെ ആക്കിയിട്ട് കയ്യിലും കാലിലും ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു, ഫേസിലും. കുറേ ആയിട്ട് ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യലുണ്ടായിട്ടാണ്. നല്ലോണം ടാൻ അടിച്ചു. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ കയ്യിലും കാലിലും ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. എനിക്ക് യൂസ് ആക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ ഒന്നാണ് ഈ കാപ്പിപ്പൊടി. ഈ വെയിലത്ത് പോയിട്ടുള്ള ടാനെല്ലാം മാറാൻ നല്ലതാണ് കാപ്പിപ്പൊടി. തൈര്, കാപ്പിപ്പൊടി, കറ്റാർവാഴയുടെ ആ ഒരു ജെല്ല് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കയ്യിലിട്ടാൽ നല്ല ചേഞ്ച് തോന്നും. എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കറ്റാർവാഴ കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കത്തി എടുത്തിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്തു. കൈ കൊണ്ട് പറ്റുന്നില്ല, നല്ല തടിച്ച ഭാഗമാണ്. നല്ലോണം മൂത്തിട്ടുണ്ടായിന് കറ്റാർവാഴ ഡയറക്റ്റ് അങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. പണ്ട് എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ടായതാണ്. ഈ കറ്റാർവാഴ ഒരു മഞ്ഞ കറയുണ്ട്. ആ കറ നമ്മളെ സ്കിന്നിൽ കൊണ്ടാൽ ചൊറിയും, നല്ലോണം ചൊറിയും. അപ്പോൾ അത് കറ്റാർവാഴ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ടാൽ മഞ്ഞക്കറ വേറെ തന്നെ വിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആ കറ്റാർവാഴ വെള്ളത്തിലിട്ട് വെച്ചു. ഡയറക്റ്റ് ആക്കിയാൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വരും. എനിക്ക് പണ്ടൊരു ചെറിയ പ്രായത്തിൽ എനിക്ക് ചൊറിഞ്ഞതാണ് മുഖത്തിലാക്കിയിട്ട്. അപ്പം അച്ഛൻ ഇതാ പുറത്തിരുന്ന് ചാടിക്കുന്നുണ്ട്. ഉള്ളിൽ നിന്ന് അച്ഛനും ഗോപാലേട്ടനും ചാടിക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ ആ കറ്റാർവാഴ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിനി. അതിൻ്റെ മഞ്ഞക്കറ ഇളക്കിയിട്ടാകുമ്പം ഞാൻ കറ്റാർവാഴ കട്ട് ചെയ്തിട്ട് സ്പൂൺ കൊണ്ട് അതിൻ്റെ ജെല്ല് മാത്രം എടുത്തു. ആ മഞ്ഞക്കറ ഇളക്കിയത് വേറെ തന്നെ കാണാൻ പറ്റും. നല്ല വൃത്തി കിട്ടും. സ്പൂൺ കൊണ്ട് ഇങ്ങനെ ജെല്ലുള്ളിൽ നല്ല വൃത്തിക്കെടുക്കാൻ പറ്റും. സ്കിന്ന് ഗ്ലോ ആവാനെല്ലാം കറ്റാർവാഴ ജെല്ല് നല്ല അടിപൊളിയാണ് കേട്ടോ. കറ്റാർവാഴ ജെല്ല് മാത്രം മതി നമ്മളെ ഫേസ് ഗ്ലോ ആവാൻ. ഡെയിലി നിങ്ങൾ കറ്റാർവാഴ ജെല്ല് ഒരു 10 ദിവസം മുടങ്ങാണ്ട് നിങ്ങൾ ഫേസിൽ ജെല്ല് തേച്ച് നോക്കിയാൽ കറ്റാർവാഴൻ്റെ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും. ഞാൻ മുന്നേ എൻ്റെ പഴയ യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ടേ അതിൽ ഞാൻ കറ്റാർവാഴ ജെല്ലിൻ്റെ ഹോം മെയ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആക്കിയിട്ടുണ്ടായിനി. ഇപ്പോൾ ആ വീഡിയോ എല്ലാം പോയി. മുന്നത്തെ അക്കൗണ്ടിൽ നട്ടിട്ടുണ്ടായിനി. ഞാൻ കുറേ യൂസ് ആക്കിനി. നമുക്ക് ഫേസ് മസാജ് ചെയ്യാനെല്ലാം നല്ല അടിപൊളിയാണ് ആ മോയ്സ്ചറൈസർ കൊണ്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ ജെല്ലിലേക്ക് കുറച്ച് കോഫി പൗഡറും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തു. നല്ലോണം മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ഇതായി ഒരു മോയ്സ്ചറൈസർ ടൈപ്പിൽ തന്നെ വരും. അത് നമ്മൾ കയ്യിലും കാലിലും ഫേസിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിയിലൊരു സ്ക്രബും കൊടുത്താൽ നല്ല റിസൾട്ടായിരിക്കും. ഇതും കൊണ്ട് ഞാൻ വീടിനുള്ളിൽ നിന്നാക്കിയാൽ അമ്മയുടെ അങ്ങനെ കടി കിട്ടും. അതുകൊണ്ട് വീട്ടിൻ്റെ പുറത്തുനിന്ന് ആക്കുന്ന രക്ഷയിലും. കൈക്കും കാലിനെല്ലാക്കുമ്പോൾ ഫുള്ള് ഡ്രസ്സിലും ആവും, വീടിനുള്ളിലും ആവും. ടോയ്ലറ്റിലാക്കിയാൽ ടോയ്ലറ്റിനുള്ളിലായിട്ട് വെള്ളം കെട്ടി കിടക്കുന്നു, പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ടോയ്ലറ്റിൽ നിന്നാക്കുന്ന പരിപാടി നിർത്തി. ഇപ്പം ഞാൻ അധികം കൈക്കും കാലിലെല്ലാം പുറത്തുനിന്ന് തന്നെ ആക്കൽ. ഞാനതിനിടയിൽ കുളിച്ച് കുറച്ചേരം ഞാൻ ടി വി കണ്ടു. ടി വിയും കണ്ടിരിക്കുമ്പോൾ ഏട്ടൻ ത്രിധോനിയും കൊണ്ട് വരുന്നു. കുളിച്ച് നല്ല സുന്ദരനായിട്ട് ചൊട്ടയെല്ലാം വെച്ചിട്ട് ഇതാ വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഞാൻ രാവിലെ ദോശ തിന്ന സമയത്ത് ദോശ ഇങ്ങനെ ആർത്തിയോടെ തിന്നതാണ്. അപ്പോഴേക്കും എൻ്റെ കവിള് കടിച്ചുപോയി. പെട്ടെന്ന് അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ കവിള് കടിക്കൂലേ, കടിച്ചിട്ട് ഇങ്ങനെ ബ്ലഡ് ഉണ്ടായി. എനിക്കാണെങ്കിൽ ബ്ലഡ് കാണുമ്പോൾ തലകറങ്ങാൻ തുടങ്ങലായി. ചെറുങ്ങനെ ഉണ്ടായിട്ട് വന്നാലും എനിക്ക് ബ്ലഡ് കാണുമ്പോൾ വേഗം തലകറങ്ങും. കവിളാണെങ്കിൽ എന്തോ ഒരു വേദനയും. നല്ലോണം ദേഷ്യം വരലെന്ന് വെച്ചാൽ കടിച്ചടിക്ക് തന്നെ വീണ്ടും കടിക്കുമ്പോൾ ഇതിനിടയ്ക്കാൻ എനിക്ക് അട മുറിഞ്ഞത്. ഇന്ന് ആദ്യം അതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും കടിച്ച്. എൻ്റെ ശ്രദ്ധക്കുറവ് കാരണമാണ്. ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് കഴിക്കുമ്പം വർത്താനം പറഞ്ഞു, പിന്നെ അതുപോലെ സ്പീഡ് കഴിക്കുമ്പോൾ അങ്ങനെ മുറിയും. എനിക്ക് അധികം പറ്റുന്നതാണ്. അതിനിടയിൽ അമ്മ അലക്കിയിട്ട് ടെറസിൻ്റെ മുകളിലാണ് ആരിടല്. ഞാനും ത്രിതു അമ്മേരെ പറഞ്ഞ ടെറസിൻ്റെ മുകളിലേക്ക് പോയി. ത്രിതു ടെറസിൻ്റെ മുകളിലേക്ക് ആദ്യമായിട്ട് കയറുന്നു. ത്രിതുവിനെയും കൊണ്ട് ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് കയറാൻ കാരണം അമ്മ ടെറസിൻ്റെ മുകളിലേക്ക് കയറുന്ന ഇവൻ കണ്ട്. ഇവൻ എന്നിട്ട് ഞാൻ അന്നൊരു വ്ളോഗിൽ കാണിച്ചു തന്നിട്ട് ഇവൻ ഇങ്ങനെ സ്റ്റെപ്പ് പിടിച്ച് കയറും. അമ്മ സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് കയറുമ്പം ഇവൻ സ്പീഡിലുണ്ട് സ്റ്റെപ്പ് കയറാൻ പോകുന്നു. ഞാനെന്നിട്ട് എടുക്കാൻ നോക്കുമ്പോഴേക്കാണെങ്കിൽ ഒരേ കരച്ചിൽ. ലാസ്റ്റ് കരച്ചിൽ നിർത്താത്തതുകൊണ്ട് ഞാൻ ഓനെയും കൊണ്ട് മുകളിലേക്ക് കയറി. മുകളിലാണെങ്കിൽ നല്ല വെയിലും. ഞാനിട്ടൊരു സൈഡ് തണലിലിരുന്ന്
ഇല്ലെങ്കിൽ വീട്ടിൽ ഞാനും ഉണ്ടാവില്ല, കുഞ്ഞാവയും ഉണ്ടാവില്ല, ഇവൻ്റെ ഏച്ചി ഉണ്ട് അലേഖ. ഓളും സ്കൂളിൽ പോകും, ഇവൻ ഒറ്റക്ക് തന്നെയാണ് നട. ഇന്ന് കുറേ നേരം ഞാനുണ്ടായത് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായത്, കുറേ നേരം ഉണ്ടായിനി. ഇന്നലെ ഞാനും അച്ഛനും ചന്തേരിയിൽ പോയപ്പോൾ ഒരു പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ടായി, നല്ല പഴുത്ത പൈനാപ്പിൾ. അപ്പോൾ അത് കണ്ടപ്പോൾ അച്ഛനോട് പറഞ്ഞു അച്ഛാ വേണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഇന്നലെ വേണിച്ചത്. ഞാൻ ഇന്ന് ത്രിതുവിനും കൂടി കൊടുക്കാൻ വെച്ചിട്ട് മുറിച്ചു. അപ്പോഴേക്കും ഇവൻ മുറിക്കാൻ വിടണ്ടേ, ഇവനാണെങ്കിൽ അതിലൊരു ലോഡ് മുള്ളുണ്ട്, ഇവനാണെങ്കിൽ അത് തൊട്ടുകൊണ്ട് നിൽക്കുന്നത്. അമ്മമ്മ എങ്ങനെയല്ലോ അവിടെ നിന്ന് എടുത്തിട്ട് മാറ്റുമ്പോൾ ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. കാണുമ്പോൾ നല്ല പഴുത്തിട്ടുണ്ടായത്, പക്ഷെ തിന്നുമ്പോഴേക്കും പുളി, വലിയൊരു മധുരം ഇല്ല. ത്രിതുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു, ത്രിതു ഞാൻ തിന്നുന്നുണ്ടായിനി. പക്ഷെ അവൻ അധികം കൊടുക്കാൻ പേടിയാവുന്ന എന്തെങ്കിലും ആവുമെന്ന്. അമ്മ എനിക്ക് മുളക് പൊടി ഉപ്പ് ഇട്ടിട്ടാക്കി തന്നു, എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. നോർമലായിട്ട് തിന്നുമ്പോൾ നല്ല പുളി ഉണ്ടായിനി, പക്ഷേ ഉപ്പും മുളകിലിട്ടിട്ട് തിന്നുമ്പം പുളി അത്ര അറിയുന്നില്ല. നമ്മളെ വീടിൻ്റെ പുറത്ത് കിളി കൂട് കെട്ടുന്നുണ്ട്, വീടിൻ്റെ പുറത്ത് തന്നെ കുഞ്ഞി കിളിയുണ്ട്, വീടിൻ്റെ പുറത്ത് കുറേ ഉണ്ട്. നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ കുറേ കിളിക്കൂടും ഉണ്ട്. നമ്മൾ ആടെ ഒരു കടലാസ് ചെടിയുണ്ട്, കടലാസ് ചെടിയിലൊരു കിളിക്കൂടുണ്ട്. പക്ഷെ അതിൻ്റെ അടുത്തേക്ക് അമ്മ പോകാൻ വിടില്ല, അതിൽ മുട്ടയുണ്ട്, അതുകൊണ്ട് അടുത്തേക്ക് പോവില്ല നമ്മ. പിന്നെ ഇപ്പം ഒരു മാവുണ്ട്, ആ മാവിലും ഉണ്ട് ഒരു കിളിക്കൂട്. ഉച്ചക്ക് ചോറിന് അമ്മമ്മ പറഞ്ഞു കണ്ട വറുക്കാന്ന് പറഞ്ഞു. വാഴയുടെ അടിയിലുണ്ടാകുന്നൊരു കണ്ടാന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത്. അപ്പം നമ്മളെ വീട്ടിലെ തൂമ്പ ഗോപാലേട്ടൻ്റെ വീട്ടിലാണ് ഉണ്ടായത്. അപ്പം തൂമ്പേനോണ്ട് വേണം അത് കളച്ചെടുക്കാൻ. അപ്പം ഞാൻ ഗോപാലേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് തൂമ്പി എടുത്തിട്ട് വന്നു. എനിക്ക് കളക്കാൻ പറ്റൂല, അച്ഛനാണ് കളക്കാൻ പോയത്. എന്നെക്കൊണ്ട് അത്രയും ശക്തിയൊന്നുമില്ല. എനിക്ക് ഈ വാഴ കൂമ്പും ഭയങ്കര ഇഷ്ടമാണ്, അത് വറവാക്കിയാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഈ വാഴയുടെ അടിയിൽ കണ്ടാന്ന് പറയുന്നൊരു സാധനമുണ്ട്, വേരിലുണ്ടാവുന്നത്, അതും നല്ല ടേസ്റ്റാണ്. ഞാൻ കുറേ ആയി അച്ഛനോട് വാഴയിൽ നിന്ന് കള്ളെടുക്കാൻ പറയുന്നത്. നമ്മളെ വീടിന് ചുറ്റും വാഴയാണ്, ബാക്ക് സൈഡ് ഉണ്ട്, വീടിൻ്റെ അപ്പുറത്തെ കണ്ടത്തിലുണ്ട്. കുറേ റീൽസ് ഞാൻ കണ്ടിട്ടുണ്ടായിന് വാഴയിൽ നിന്ന് കള്ളെടുക്കുന്നത്. ഇതിനിടയിൽ ഞാനും അച്ഛനും ലാപ്പ് നോക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി, വാഴയിൽ നിന്ന് കള്ളെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. പിന്നെ അത് അതിൽ അങ്ങനെ വിട്ടു, മറന്നുപോയി. ഇനി എപ്പോഴെങ്കിലും എടുക്കണം, അന്നേരം ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അങ്ങനെ കളച്ചപ്പം 2 കഷ്ണം കണ്ട കിട്ടിയിട്ടുണ്ട്, ഇനിയും അതിനുള്ളിലുണ്ട്. അച്ഛൻ പറഞ്ഞു ഇന്നത്തേക്ക് ഇത്ര മതി, ഇതന്നെ കുറേ ഉണ്ടാവും, അത് അവിടെ തന്നെ വെച്ചേന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ കുത്തിയ ഭാഗം അവിടെ അങ്ങനെ മൂടി. അതിനുശേഷം ഞാനും അമ്മമ്മയും കൂടി കണ്ട നല്ലോണം നല്ല വൃത്തി കഴുകി ക്ലീനാക്കി. മണ്ണിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ മണ്ണെല്ലാം കുറേ പറ്റിയിട്ടുണ്ടായിനി, അതുകൊണ്ട് നല്ല വൃത്തി കഴുകി ക്ലീനാക്കിയിട്ട് അതിൻ്റെ പുറത്തുള്ള തൊലി ഫുള്ള് ചെത്തിക്കളയണം. ഞാൻ ഫുള്ള് കഴുകി ക്ലീനാക്കി, അമ്മമ്മ അത് ചെത്തിക്കളഞ്ഞു. അമ്മമ്മ അതിനിടയിൽ ഇങ്ങനെ ഓരോ കഥ പറഞ്ഞിരുന്നുണ്ട്. അമ്മമ്മയുടെ അമ്മക്ക് 6 മക്കളാണ്. അപ്പോൾ പണ്ടങ്ങനെ ഏതെങ്കിലും ഒരു നേരെ ഭക്ഷണമെല്ലാം വെച്ച് കഴിക്കാൻ പറ്റില്ല, അതിനുള്ള ഗതിയെ എന്നേരം എല്ലാവർക്കും ഉണ്ടായിട്ടും. അപ്പം കണ്ട കാമ്പ് ഇതെല്ലാം ഒറ്റൊരു കറി മാത്രമേ ഉണ്ടാവില്ലും. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയെല്ലാം എന്നെ ഇത്ര വളർത്തി എത്തിച്ചത് എന്നുള്ള ഇങ്ങനെ ഇടക്കിടക്ക് പറയും. അപ്പോൾ ഈ കണ്ടയിൽ ഭയങ്കരമായിട്ട് നാരുണ്ട്. അപ്പോൾ ആ നാര് കളയാൻ വേണ്ടിയിട്ടാണ് അമ്മമ്മ ഈ വടി എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും ലക്ഷ്മി അമ്മമ്മ വന്നിട്ടുണ്ടായിന്, അമ്മമ്മ ഏച്ചി. ലക്ഷ്മി അമ്മമ്മ കറക്റ്റ് സമയത്ത് ചായ അടിക്കില്ല, ഏതിലോ സമയത്താണ് കുടിക്കൽ. ഇപ്പം ഉച്ചക്ക് വന്നിട്ടാണ് ചായ അടിക്കലിനി. ചില സമയത്ത് അച്ഛനും അമ്മമ്മനെ സഹായിക്കും പണിയെടുക്കാനെല്ലാം. എന്തെങ്കിലും കട്ട് ചെയ്യാനെല്ലാം ഉണ്ടെങ്കിൽ അച്ഛൻ തന്നെ കട്ട് ചെയ്ത് കൊടുക്കും. വീട്ടിലധികം ചക്കപ്പുഴുക്കെല്ലാം ആക്കുമ്പം അച്ഛൻ തന്നെയാണ് മുറിക്കൽ. ചക്ക കൊത്തലും ചക്ക കട്ട് ചെയ്ത് തരലും എല്ലാം അച്ഛൻ തന്നെയാണ്. അങ്ങനെ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം അമ്മമ്മ ഒന്നുകൂടി നല്ലോണം വാഷ് ചെയ്തു. 2-3 വെള്ളത്തിൽ കഴുകുന്നുണ്ടായിന് അമ്മമ്മ. അതിന് ശേഷം ആ കോലുകൊണ്ട് ആ വേര് വേറെ തന്നെ മാറ്റിയെടുത്തു. പക്ഷെ അതിൽ നിന്ന് ശരിക്കും പോകുന്നില്ല. ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് വേറെ കൊണ്ടല്ല, നീ കൈ കൊണ്ട് തന്നെ കള, അന്നേരെ വേര് ശരിക്കും പോകുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അമ്മമ്മ കൈ കൊണ്ട് തന്നെ ശരിക്കും അതിൻ്റെ വേര് ഫുള്ള് എടുത്ത് കളഞ്ഞു. അപ്പോൾ അതിൻ്റെ വേര് ഫുള്ള് പോകുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ ലക്ഷ്മി അമ്മയോട് പറയുന്നത് എനിക്ക് ശരിക്കും വർത്താനം പറയാൻ പറ്റുന്നില്ല. രാവിലെ ഈ വായ് മുറിഞ്ഞിട്ട് അത് പറയുമ്പോൾ അന്നേരം ലക്ഷ്മി അമ്മ പറയുന്നിട്ട് വായിൽ നല്ലോണം എടുത്തിട്ട് തിന്നിട്ടുണ്ടാവും, അതാണ് വായ് മുറിഞ്ഞതെന്ന്. നല്ലോണം എടുത്തിട്ടില്ല, ഞാൻ ആർത്തിയോടെ കഴിച്ചിട്ടാണ് മുറിഞ്ഞത്. ശ്രദ്ധിക്കാണ്ട് വർത്താനം പറഞ്ഞു കൊടുത്തുന്നു. അപ്പോഴേക്കും കവിളറൊറ്റ കടിക്കൽ. വേദനയല്ല, പക്ഷെ എനിക്ക് ആ ബ്ലഡ് കാണുമ്പോൾ ഒരു പേടി. അങ്ങനെ അമ്മമ്മ കണ്ട കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ചേമ്പ് വറവാക്കിയിട്ടുണ്ടായിട്ട് ഞാൻ അന്ന് വ്ളോഗിലിട്ടിട്ടുണ്ടായിട്ടേ, അതുപോലെ തന്നെ ആക്കിയാൽ മതി. വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് അതൊന്ന് കുറച്ചൊന്ന് ആയിന്ന് കാണുമ്പം അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, പറങ്കി ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കണ്ടയിടുക, കുറച്ച് തേങ്ങ ഇടുക, വേണ്ട ആവശ്യത്തിന് വേണ്ട ഉപ്പിടുക. നല്ല അടിപൊളി ടേസ്റ്റ്. അതിൽ വേണമെങ്കിൽ നമുക്ക് അരിയോ അല്ലെങ്കിൽ ഉഴുന്ന പരിപ്പോലോ ഇടാം. പക്ഷെ നമ്മൾ തന്നെ നോർമലായിട്ടാണ് ആക്കിയത്, അരിയും ഉഴുന്ന പരിപ്പൊന്നും ഇട്ടിട്ടുണ്ടായിട്ടാണ്. അതിനിടയിൽ ഇടൊരാൾ വെള്ളം കുടിക്കുന്നത്, ഈ കിളികൾ വെള്ളം കുത്തി കുത്തി കുടിക്കൂലേ, അത് കണക്കെ കണ്ടോ. ലക്ഷ്മി അമ്മ വെള്ളം ഒഴിക്കുമ്പോൾ ചായ കുറച്ചധികം ഒഴിച്ചു പോയി, അതിൻ്റെ കൈമ എടുക്കുമ്പോൾ മറിയിൽ കയറിട്ട് കുടിക്കുന്നുണ്ടോ.
അങ്ങനെ ഞാൻ വേഗം ചോറ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോഴേക്കും എനിക്ക് നല്ലോണം വിശന്നിട്ടുണ്ടായിനി. രാവിലെ വായു മുറിഞ്ഞുകൊണ്ട് തന്നെ ദോശ ആകെ അത്ര പോലെ കഴിച്ചിട്ടുണ്ടായിട്ടു. ചോറിന് കുറേ കറി ഉണ്ടായിന്, തോരക്കറി, കൂട്ടുകറി, ഇതിനിടയിൽ ഞാൻ ഉപ്പിലിട്ട മാങ്ങയില്ലേ, ആ മാങ്ങ, കണ്ടവറവ്, നങ്കും മുള്ളനും പൊരിച്ചിട്ടുണ്ടായിനി. പിന്നെ മുട്ട ആംപ്ലേറ്റ് ആക്കി, പിന്നെ മുള്ളൻ കറിയും ഉണ്ടായിനി. എൻ്റെ വീട്ടിൽ ഇങ്ങനെ കുറേ കറിയാക്കും. 1-2 കറിയൊന്നും ആർക്കും ശരിയാവില്ല, അതുകൊണ്ട് കുറേ കറിയാക്കും. അപ്പോഴേക്കും കുഞ്ഞാവ് കോളേജ് വിട്ടിട്ട് വന്നിട്ടുണ്ടായിന്. അവളൊന്ന് ഉച്ചക്കേ വന്നു. അങ്ങനെ ഞാനും കുഞ്ഞാവും കൂടി ചോറ് കഴിക്കാനിരുന്നു. അമ്മ അതിനിടയിൽ മുണ്ടച്ചക്ക ജ്യൂസ് അടിച്ചിട്ടുണ്ടായിനി പാലിൽ. ഞാൻ അതും കൂടി കുടിച്ചു. എനിക്കിപ്പായിട്ട് ചോറിൻ്റെ ഇടയിൽ മധുരം വേണമെന്നുള്ളൊരു സ്വഭാവം. പെട്ടെന്ന് ഞാൻ ചോറിനിടയിൽ അമ്മയുടെ നാരങ്ങളാക്കി തരാനെല്ലാം പറയും. എന്തെങ്കിലും കഴിക്കുമ്പോൾ അതിനിടയിൽ എനിക്ക് മധുരം വേണം. അന്ത്യവും അങ്ങനെ എനിക്ക് തോന്നുന്നു ഷുഗർ കുറയുന്നതിൻ്റെ തോന്നുന്നു. അങ്ങനെ ചോറും കഴിച്ച് ജ്യൂസും കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ താറാവിറച്ചി കൊണ്ടുവന്നത്. വയറ് ഫുള്ളായ സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കിട്ടുമല്ലോ. അത് കാണുമ്പോൾ ആണെങ്കിൽ തിന്നാണ്ടിരിക്കാനും പറ്റുന്നില്ല, അത്രയും ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിനി. താറാവിറച്ചി ഇങ്ങനെ കറിയല്ല, ഫ്രൈ പോലെ ആക്കിയിട്ട് വറ്റിച്ച് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കും നല്ല ഇഷ്ടമായിന്, കുഞ്ഞാക്കും ഇഷ്ടമായിന്, അമ്മക്കും ഇഷ്ടമായിന്. താറാവിറച്ചി തിന്നാട് കുഞ്ഞാ പറയുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ അപ്പുറം നല്ല വെള്ളക്കള്ളം വേണമായിരുന്നു. നല്ല ടേസ്റ്റാണ്, താറാവിറച്ചിയും വെള്ളക്കള്ളെല്ലാം ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഈ കാടിറച്ചി, താറാവിറച്ചി ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം തിന്നിട്ടാണെങ്കിൽ എൻ്റെ വയറിങ്ങനെ പൊട്ടാനായ അവസ്ഥയിലാണ് ഉണ്ടായത്. ചോറ് കഴിച്ചു, ജ്യൂസ് കുടിച്ചു, താറാവിറച്ചിയും കൂടി കഴിക്കുമ്പോഴേക്കും എൻ്റെ വയറ് അങ്ങനത്തെ അവസ്ഥയിലാണ് ഉണ്ടായത്. വയറ് നിറഞ്ഞില്ല. ഞാൻ കുറച്ച് നേരം ഉറങ്ങുകയും ചെയ്തു. ഉറങ്ങി എണീക്കുമ്പോഴേക്കുണ്ട് സുഹൃത്താട്ടൻ പറയാൻ നമുക്ക് ബീച്ചിൽ പോകാമെന്ന്. അങ്ങനെ ഞാനും സുഹൃത്താട്ടനും കൂടി ബീച്ചിലേക്ക് പോയി. എനിക്ക് ഈ വൈകുന്നേരം കടലിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് കടൽ കരക്കിരിക്കുമ്പോൾ. അങ്ങനെ നമ്മൾ അധികം അടയിലക്കാട് തന്നെയാണ് പോലെ. അടയിലക്കാട് അങ്ങോട്ടേക്കൊരു വലിയ പറമ്പ ബീച്ചുണ്ട്. അടയിലക്കാടേക്ക് പോകുന്ന വഴി തന്നെ നല്ല അടിപൊളിയാണ്. നല്ലൊരു സ്ഥലമാണ് അവിടെ. ഭയങ്കര ഒരൊറ്റ പ്ലാസ്റ്റിക് പോലും അവിടെ കാണാനില്ല. ഭയങ്കര നീറ്റായിട്ടുള്ളൊരു റോഡ്, നല്ലൊരു സ്ഥലമാണ് അവിടെ. ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണും പൂട്ടി ഓക്കെ പറയും. എനിക്കിഷ്ടമുള്ളൊരു സ്ഥലമാണ് ബീച്ച്. അത് രാത്രി വരെ ഇരിക്കും ഞാനവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ പോകാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടയിലക്കാട് പോകുമ്പം അവിടെ ഒരു കാവിൻ്റെ ഉള്ളിൽ കുറേ കുരങ്ങന്മാരുണ്ട്. കാവ് തന്നെയാണ്, ആ ഒരു കാട് പോലത്തെ ഒരു കാവ് തന്നെയോന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അവിടെ കുറേ കുരങ്ങന്മാരുണ്ട്. ഓണത്തിന് അവർക്ക് ഭക്ഷണമെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നാട്ടുകാർ. കുറേ എണ്ണം ഉണ്ട്, 1-2 അല്ല. അച്ഛനും അമ്മയും മക്കളും അച്ഛനും അമ്മമ്മയും ആരെല്ലാം ഉണ്ട്. എനിക്ക് ആ ഒരു സ്ഥലം, അടിലക്കാട് സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. കുറേ പിള്ളേർ ഇടുന്ന് ഫുട്ബോളെല്ലാം കളിക്കുന്നത്. ഞാൻ ചെറുതിൽ കുഞ്ഞുണ്ടാകുമ്പം വരുന്നതാണ് ഈ അടിലക്കാട് ബീച്ചിലേക്ക്. അച്ഛനമ്മ എന്നെയും കുഞ്ഞാവിനെയും കൂട്ടിക്കൊണ്ടുവരും. കടലിൽ കുറേ നേരം കളിക്കും. അധികം വരും, നമ്മൾ ഫാമിലി ആയിട്ടെല്ലാം വരും. അങ്ങനെ ഒരു പാലത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ ഞാൻ സുഹൃത്തായിട്ടോട് പറഞ്ഞ് കുറച്ച് നമുക്ക് ഇവിടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. അതാണ് ഞാൻ ഇന്ന് എൻ്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായത്. നല്ല ഫോട്ടോ ആയിന്. ആ ബാക്ക്ഗ്രൗണ്ട്, ആ സൂര്യൻ്റെ ഒരു വെളിച്ചം കൊണ്ട് നല്ല സെറ്റ് ഫോട്ടോ ആയിന്. എൻ്റെ ഫോണിൽ തന്നെ എടുത്തിയാണ്. നിങ്ങളുടെ സ്റ്റോറി നോക്കിയാൽ മതി, നല്ല ആയിന് ആ ഫോട്ടോ. ഞാൻ തന്നെ എൻ്റെ ഫോട്ടോത്തിന് ഇങ്ങനെ പോഴ്ത്തിയെന്ന് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ കുറച്ച് നേരം നിന്നു. ഞാനും ഫോട്ടോ എടുത്തു, സുഹൃത്താട്ടനും ഫോട്ടോ എടുത്തു. നമ്മൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തു. സുഹൃത്താട്ടനാണെങ്കിൽ എനിക്ക് സുഹൃത്താട്ടൻ ക്ലീൻ ഷേവ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല, നല്ലോണം വളർത്തുന്നതും ഇഷ്ടമല്ല. താടിയും മീശയും കുറച്ച് വേണം. സുഹൃത്താട്ടനാണെങ്കിൽ വരുമ്പം താടിയും മീശ എടുത്ത് അത് കണ്ടപ്പോഴേ എനക്കെന്തോ ഒരു പോലെ. എനിക്കിഷ്ടമല്ല താടിയും മീശയും ക്ലീൻ ആക്കാൻ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാനിട്ട് അതിൻ്റെ പേരിൽ കുറേ പറഞ്ഞു, നിങ്ങൾക്കെന്നാൽ എന്നോട് ചോദിച്ചുകൂടെ താടിയും മീശയും കളയുമ്പോൾ നിർത്തി. ഞാൻ കുറേ ചീത്ത പറഞ്ഞു. എനിക്കിഷ്ടേയല്ല താടിയും മീശ എടുക്കുന്നത്. പിന്നെ വെച്ചാൽ ഈ സുഹൃത്താട്ടൻ താടിയും മീശയെല്ലാം എടുക്കുമ്പം നന്ന ചെറുതുപോലെ, ഞാൻ വലുതും സുഹൃത്താട്ടൻ ചെറുതും പോലെ. നമ്മൾ 3 വയസ്സിന് വ്യത്യാസമുണ്ട്. എനിക്ക് 22ഉം സുഹൃത്താട്ടൻ 25ഉം. പക്ഷെ കാണുമ്പോൾ എനിക്ക് തോന്നല് എനിക്ക് 25ഉം സുഹൃത്താട്ടൻ 22ഉം. എനിക്ക് അങ്ങനെ തോന്നല്. ഇവർ താടി മീശയിൽ എടുത്ത് കളയുമ്പം അതുകൊണ്ട് ഞാൻ എടുക്കാൻ വിടലേ ഇല്ല താടി മീശ. അതിനടുക്ക് ആസ്വദിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ബസ് നമ്മളെ പെരടിക്കേ പോയിട്ടും അതിൻ്റെ ഇതാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. രണ്ടാളും പേടിച്ചു പോയി. അതിനിടയിൽ നമ്മൾ ഫോട്ടോ എടുത്ത് കളിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരു കുഞ്ഞ് മീൻ പിടിക്കുന്നത്. കുറേ മൈദപ്പൊടിയെല്ലാം കലക്കിയിട്ട് കുപ്പിയിലാക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് മീൻ പിടിക്കാൻ വേണ്ടി. നമ്മൾ അവിടെ നേരെ ബീച്ചിലേക്ക് വിട്ടു, ഞാനും സുഹൃത്താട്ടനും. ഇല്ലെങ്കിൽ ഈ ബീച്ചിൽ നല്ല ആളുണ്ടാവലുണ്ട്. കുറച്ചുകൂടി വൈകുമ്പോൾ കേട്ടോ. നമ്മൾ ഒരു 5 മണി 5:15 ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടായത്. കുറച്ചുകൂടി വൈകുന്നേരം നല്ല ആളുണ്ടാവും. രാത്രിയാണ് ഇവിടെ രസം. എനിക്കാണെങ്കിൽ ഈ സുഹൃത്താട്ടൻ നല്ല ഹൈറ്റില്ലോണ്ട് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇവരെ തല കിട്ടുന്നില്ല, കഴുത്ത് വരെ കിട്ടുന്നില്ല. സുഹൃത്താട്ടൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കുന്നില്ല. എനിക്ക് നാണക്കടാവും, നീ എന്നെ എടുക്കുന്നില്ല. അതിന് ഭയങ്കര നാണക്കടാണ്. എനിക്ക് ഇടയിലക്കാട് ബീച്ചാണ് എപ്പോൾ എൻ്റെ അമ്മമ്മേനെ ഓർമ്മ വരല്. അമ്മ പറഞ്ഞാൽ അമ്മേരെ അച്ഛൻ്റെ അമ്മ. നമ്മൾ നേരെ ഫാമിലി ആയിട്ട് വന്നപ്പം അമ്മമ്മനെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിന്. അത് ഇപ്പുറത്തെ ബീച്ചിലല്ല, അപ്പുറത്തെ.
അമ്മമ്മനെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എപ്പോൾ അമ്മമ്മേനെ തന്നെ ഓർമ്മ വരും. അമ്മമ്മക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. എനിക്ക് അമ്മയുടെ ഫാമിലിയിൽ ഏറ്റവും ഇഷ്ടമില്ല ആൾ ആരോ ചോദിച്ചാൽ ഞാൻ പറയും അമ്മമ്മയാണെന്ന്. പക്ഷെ ഇന്ന് അമ്മമ്മ ഇല്ല. അമ്മമ്മ മരിക്കുന്ന ലാസ്റ്റ് സമയത്ത് അമ്മമ്മക്ക് ആരെയും തിരിയാണ്ടായിനി, ആരെയും. അമ്മമ്മക്ക് 2 ആൺമക്കളാണ്. ഒന്ന് എൻ്റെ അമ്മയുടെ അച്ഛനും പിന്നെ വേറൊരു അച്ഛനും. അപ്പോൾ അമ്മമ്മ ഈ മരണത്തോടെടുക്കുന്ന ആ ഒരു സമയത്ത് അമ്മമ്മക്ക് ആരെയും തിരിയലുണ്ടായിട്ട്, ആരെയും എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ ഒരു പ്രതികരണം ഒന്നും ഉണ്ടായിട്ട. അപ്പോൾ ഞാൻ അമ്മമ്മയുടെ അടുത്ത് പോയിട്ടിരുന്നപ്പോൾ അമ്മമ്മേനെ കൈമേനെ പിടിച്ചിട്ട് അമ്മമ്മയെ വിളിക്കുമ്പോൾ എന്നെ നോക്കിയിട്ടുണ്ട് ചിരിക്കുന്നു. അത്ര നാൾ അമ്മമ്മക്ക് ഒരാളെയും തിരിയുന്നുണ്ടായിട്ട. പക്ഷെ എന്നെ കണ്ടപ്പോൾ അമ്മമ്മക്ക് പെട്ടെന്ന് മനസ്സിലായിനി. എനിക്കപ്പോൾ എന്തോ ആയിപ്പോയി. ഞാൻ അവിടെ ഒരേ കരച്ചില്ല. എനിക്ക് ഇപ്പോൾ എനിക്ക് ഇടലക്കാട് ബീച്ചിലേക്ക് വരുമ്പോൾ അമ്മമ്മേനെ എന്നെ ഓർമ്മ വരും. അമ്മമ്മേനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ ഓർമ്മ വരും. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബീച്ചിലിരുന്ന് ഞാൻ പറഞ്ഞു സുഹൃത്തായിട്ട് നമുക്ക് ചാടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ചാടിക്കാൻ വേണ്ടി പോയി. എനിക്ക് ഈ കല്ലുമ്മക്കായ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ 2 കല്ലുമ്മക്കായ മേടിച്ചു. ഞാൻ ചായ അങ്ങനെ കുടിക്കുന്ന ഒരാളല്ല. കുടിക്കും, വീട്ടിൽ നിന്നെല്ലാം കുടിക്കും. പക്ഷേ പുറത്ത് പോയാൽ എനിക്ക് ബൂസ്റ്റോ ഹോർലിക്സോ ആണ് ഇഷ്ടം. അങ്ങനെ ഞാൻ ബൂസ്റ്റ് പറഞ്ഞു, സുഹൃത്തായിട്ടും ചായയും ഞാൻ ബൂസ്റ്റും പറഞ്ഞു. വൈകുന്നേരം ആ കടൽ നോക്കിയിട്ട് കടലിൻ്റെ സൈഡിലിരുന്ന് ചാടിക്കാൻ നല്ല രസമുണ്ടായിനി. അവിടെ നമ്മൾ കുറേ നേരം ഇരുന്നു. അതിനിടയിൽ സുഹൃത്താട്ടൻ പറഞ്ഞു നമുക്ക് സിനിമക്ക് പോകാമെന്ന് പറഞ്ഞു. കല്യാണി പ്രിയദർശൻ്റെ പുതിയ മൂവിയില്ലേ ലോക, അത് കാണാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ പോവാമെന്ന് പറഞ്ഞിട്ട് സുഹൃത്താട്ടൻ 7:30 ബുക്കാക്കി. എനിക്കാണെങ്കിൽ ഇപ്പോഴത്തെ സിനിമയൊന്നും അത്രയൊരു ഇഷ്ടപ്പെടില്ല. എനിക്ക് ഈ പഴയ സിനിമയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പവിത്രം, ദിലീപിൻ്റെ എല്ലാ സിനിമയും ഇഷ്ടമാണ്. ഞാൻ ദിലീപ് ഫാനാണ്. ദിലീപിൻ്റെ സിനിമയെല്ലാം എത്ര കണ്ടാലും എനിക്ക് മടുക്കുകയില്ല. ഇപ്പോഴത്തെ സിനിമ എനിക്ക് അത്രയൊരു പിടിക്കുകയില്ല. അപ്പോൾ ഫസ്റ്റ് എനിക്ക് സിനിമക്ക് പോകണമെന്നേ ഉണ്ടായിട്ട്. അപ്പോൾ സുഹൃത്താട്ടൻ പറഞ്ഞു എനിക്കും കാണണമെന്നുണ്ട്, പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബുക്കാക്കിയതാണ്. കുഞ്ഞാവേയും കുറേയായി പറയുന്നത് ഈ സിനിമ കാണണമെന്ന്. അങ്ങനെ ചായ അടിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ കടലിൽ കളിച്ചിട്ട് സുഹൃത്താട്ടൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പയ്യന്നൂരേക്ക് വിടാം. പയ്യന്നൂരാണ് ടാക്കീസ്, കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. 7:30 ബുക്കാക്കിയിട്ടുണ്ടായത്. എനിക്ക് ഈ കടലിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടെല്ലാം ഞാനും കുഞ്ഞാവെല്ലാം കടലിൽ അങ്ങനെ ഇറങ്ങി കളിക്കും. അതിന് ശേഷം നമ്മൾ വീണിട്ടുണ്ടായിന്, ഞാനും കുഞ്ഞാവെ വീണത്. അമ്മ നമ്മളെ രക്ഷിക്കാൻ നോക്കുമ്പോഴേക്കും അമ്മയും മുങ്ങിപ്പോയി. ലാസ്റ്റ് എങ്ങനെയല്ലോ എണീച്ചിനി. അതിന് ശേഷം എനിക്ക് കടൽ ഭയങ്കര പേടിയാണ്. വെള്ളം കുടിച്ചു, കുറേ കടൽ വെള്ളം കുടിച്ചു. അതിന് ശേഷം ഭയങ്കര പേടിയാണ്. കടൽ കാണുമ്പോഴേ എനിക്ക് പേടിയാവാൻ തുടങ്ങും. പണ്ടെല്ലാം ഇടയ്ക്കിടയ്ക്കേ വരും. സ്കൂളിൽ പൂട്ടുമ്പോൾ ഞാനും അച്ഛനും അമ്മയും കുഞ്ഞാവേയും കടലിൽ എടുത്തേക്ക് വരും ബീച്ചിലേക്ക്. കുറേ കഴിഞ്ഞിട്ട് വൈകുന്നേരം രാത്രിക്കായിരിക്കും പോലെ. നമ്മൾ ഫാമിലി ആയിട്ട് വരും, കസിൻസായിട്ട് വരും. അങ്ങനെ കുറച്ച് നേരം ബീച്ച് കളിച്ചിട്ട് നമ്മൾ നേരെ പയ്യന്നൂരേക്ക് വിട്ടു. നമുക്കാണെങ്കിൽ ടിക്കറ്റ് ബുക്കാക്കിയത് ഓർമ്മയില്ല. ബീച്ചിൽ കുറേ നേരം ഇരുന്നു. പിന്നെ ആ സുഹൃത്താടൻ പറഞ്ഞു മണി ടിക്കറ്റ് ബുക്കാക്കിയിട്ടില്ലേ, വേഗം വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്പീഡ് വിട്ടു. ഈ ഒരു സമയത്തെല്ലാം ഈ ആകാശം നോക്കി നല്ല രസമില്ല, നല്ല റെഡ്, ഒരു ഓറഞ്ച് കളറ്, നല്ല രസമുണ്ടായിനി. വരുമ്പോൾ നമ്മൾ കുരങ്ങനെ കണ്ടിട്ടുണ്ടായിട്ട്, പോകുമ്പോൾ ഇതാ കുറേ എണ്ണുണ്ട് കുരങ്ങന്മാർ. കുറച്ച് ഏട്ടന്മാർ തക്കാളി കൊടുക്കുമ്പോൾ അവിടെ ഇരുന്ന് തിന്നുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ കുരങ്ങനെ നോക്കി അവിടെ ഇരുന്നു. നല്ല രസമുണ്ട് അതിൻ്റെ കളി കാണാൻ. അടുത്തേക്ക് വരുന്നില്ല. ചില കുരങ്ങന്മാർ അടുത്തേക്ക് വന്നിട്ട് കൈവന്നെ എടുത്തിട്ട് പോകുന്നുണ്ട്. ചിലതിന് ഭയങ്കര പേടിയുണ്ട്. അങ്ങനെ നമ്മൾ ആടുന്ന് കുറച്ച് നേരം കുരങ്ങനെയും നോക്കി നിന്നിട്ട് നേരെ പയ്യന്നൂരേക്ക് വിട്ടു. ഈ ഒരു ബീച്ച് കണ്ട് അങ്ങ് അവിടെ കാണുന്ന വെള്ളാപ്പ് ബീച്ച് നല്ല അടിപൊളി ബീച്ചാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയിന്. ഞാനും അച്ഛൻ അമ്മ ഉണ്ടായിട്ട്, ഞാനും അച്ഛനും എൻ്റെ ഒരു കസിൻ സിസും പിന്നെ അലയും നമ്മളെല്ലാവരും കൂടി പോയിട്ടുണ്ടായിനി. നല്ല ബീച്ചാണ്. അപ്പോൾ എനക്കാണെങ്കിൽ അവിടെ കയറണം തന്നെ ഉണ്ടായിനി. അപ്പോൾ സുഹൃത്താട്ടൻ പറഞ്ഞു ഇന്ന് വേണ്ട മണി, നമ്മൾ ടിക്കറ്റ് ബുക്കാക്കിയതല്ലേ, വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ടാക്കീസിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകിട്ടുണ്ടായിന്. സുഹൃത്താട്ടൻ സ്പീഡിൽ വണ്ടി കിട്ടും, അതുകൊണ്ട് കറക്റ്റ് സമയത്തെത്തി. സിനിമ കാണുന്നതിനിടയിൽ വിശന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഫുഡും വെള്ളമെല്ലാം ഞാൻ വേണിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. കോൺഫ്ലോർ മേടിച്ചിട്ടുണ്ടായിരുന്നു, മസാല ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ റോള് മേടിച്ചു, ഫ്രൂട്ടി മേടിച്ചു, ലേസ് മേടിച്ചു, എല്ലാം മേടിച്ച് സ്റ്റോക്കാക്കി വെച്ചു. ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകണ്ടല്ലോ. അങ്ങനെ സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അൽഫാമും പ്രതീക്ഷിച്ചാണ് പോയത്. നല്ലോണം വൈകുന്നതുകൊണ്ട് തന്നെ വേറെ ഹോട്ടലിൽ നിന്ന് അങ്ങനെ തുറന്നിട്ടുണ്ടായിട്ട. പക്ഷെ നമ്മൾ പോയപ്പോൾ തന്നെ അൽഫാം അവിടെ ഉണ്ടായിട്ട. അവർ പറഞ്ഞു കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസ് ഓർഡറാക്കി. പക്ഷേ ഫ്രൈഡ് റൈസ് അത്രയൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ട. ഉപ്പുണ്ടായിട്ട. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ വലിയ ഒരു ഉപ്പൊന്നും പിടിച്ചിട്ടുണ്ടായിട്ട. അതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിട്ടും, സുഹൃത്തായിട്ടാണ് കുറച്ചേ കഴിച്ചിട്ടും കുറേ അങ്ങനെ വേസ്റ്റ് ആയിട്ടുണ്ടായിനി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ബില്ലും കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് ഇട്ടു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുമെന്ന്.
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.